ഒന്നാം ക്ലാസ്സിലെ തഫീമു തിലാവയിലെ 4ാമത്തെ പാഠം അദ്ദർസു റാബിഉ 4ാമത്തെ പാഠം. ചിത്രം നോക്കൂ. ഒരു വീട്, ഭംഗിയുള്ള ഒരു വീട്. വീടിന് ബൈത്തുൻ, ബൈത്തുൻ, ബൈത്തുൻ. ബ ബ എന്ന അക്ഷരം കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിക്കാം. നെക്റൗ വനുലവ്വിനു, നമുക്ക് വായിക്കാം, നിറം നൽകാം. ഇവിടെ തന്നിട്ടുണ്ട് ബ എന്ന അക്ഷരം. ഇത് നിറം നൽകുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടേക്കാണ് വരേണ്ടത്. ഇതുപോലെ തന്നെ വരണം, തിരിച്ച് എഴുതാൻ പാടില്ല. പുള്ളിട, ഫത്തഹിട, ബ. അതുപോലെ ഇത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ കൊടുന്ന് അവസാനിപ്പിക്കുക. പുള്ളിട, കസറിട, ബി. അടുത്തത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ എഴുതാ. പുള്ളിട, ലമ്മട, ബു. ഇതിന് 3നും ഭംഗിയായി നിറം കൊടുക്കുക. നുർസും, നമുക്ക് വരക്കാം. ബാന്ന് വരക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ തന്നെ വരക്കണം. പുള്ളിട, ബാ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വരക്കുക. പുള്ളിട, ബാ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വരക്കാം. ഇതുപോലെ ചെയ്യാം. ഇവിടെ എഴുതാം ബാ, ഇവിടെ എഴുതാം ബാ. നെക്റൗ ബ മാ ഹർക്കത്തുഹ, ഇതില് വായിക്കാം ബിൻതുൻ, ബിൻതുൻ എന്ന് വായിക്കാം. അതില് ബാഇനെ കണ്ടെത്തിയിട്ട് അതിന്റെ ഹർക്കത്തോടു കൂടി ഇവിടെ ബി, ബി. ബിൻതുൻ എന്നതിൽ ബി. ബുർഷുൻ, ബുർഷുൻ എന്നതിൽ ബു, ബു എന്നാണ്. ഉബ്, ഉബ് എന്നതിൽ ബാഇന് സുക്കൂനാണ്. ബി എന്നതിൽ ബാഇന് കസറ്, ബു എന്നതിൽ ബാഇന് ലമ്മ്, ബ് എന്നതിൽ ബാഇന് സുക്കൂന്. ബദ്റുൻ, ബദ്റുൻ. ബുർദുൻ, ബുർദുൻ. ബബ്റുൻ, ബബ്റുൻ. ബിദ്ലുൻ, ബിദ്ലുൻ. ബദറുൻ എന്നതിൽ ബാഇന് ഫത്തഹ്, ബുർദുൻ ബാഇന് ലമ്മ്, ബബ്റുൻ ബാഇന് ഫത്തഹ്, ബാഇന് സുക്കൂന്, ബിദ്ലുൻ ബാഇന് കസറ്. ഇത് കുട്ടികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കാം. നെക്റൗ, നമുക്ക് വായിക്കാം. ബ, ബി, ബു, ഉബ്, ബ. ബ, ബി, ബു, ഉബ്, ബ. നെക്റൗ വനക്തുബു, നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. ഇവിടെ എഴുതേണ്ടത് ബ, ബ, ബി, ബു. എഴുതുമ്പോ 1, 2, 3, 4, 5 ഇവിടുന്ന് മേൽഭാഗത്തേക്കാണ് എഴുതേണ്ടത്. ഇവിടെ ബ അങ്ങനെ എഴുതി പോവാ. ഇവിടെ ബ, ഇവിടെ ബി, ബു. അങ്ങനെ എഴുതി മുഴുവനായിട്ട് എഴുതാം. അടുത്തത് നുൻഷിദു, നമുക്ക് പാടാം. ബാ ഉൻ ബ, ബാ ഉൻ ബ, ബൈതുൻ ബ, ബാ ബാ ബാ. ബാ ഉൻ ബി, ബാ ഉൻ ബി, ബിൻതുൻ ബി, ബി ബി ബി. ബാ ഉൻ ബു, ബാ ഉൻ ബു, ബുർദുൻ ബു, ബു ബു ബു. ബദറുൻ ബ, ബിദ്ലുൻ ബി, ബുർഷുൻ ബു, ബാ ബി ബു. ബാ ഉൻ ബ, ബാ ഉൻ ബ, ബൈതുൻ ബ, ബ ബ ബ. ബാ ഉൻ ബി, ബാ ഉൻ ബി, ബിൻതുൻ ബി, ബി ബി ബി. ബാ ഉൻ ബു, ബാ ഉൻ ബു, ബുർദുൻ ബു, ബു ബു ബു. ബദറുൻ ബ, ബിദ്ലുൻ ബി, ബുർഷുൻ ബു, ബാ ബി ബു. അടുത്തത് ബായിനെ എഴുതാം അതിന്റെ ഹർക്കത്തോടു കൂടി. ബഹ്ദുൻ, ഇതിലെ ബാഇന് അതിന്റെ ഹർക്കത്തോടു കൂടി ഇവിടെ എഴുതാം. ബ, ഇവിടെ എഴുതേണ്ടത് ബ. ഇങ്ങനെ വരച്ച് അടിയിൽ പുള്ളിട്ട് മേദ ഫത്തഹിട, ബ. അടുത്ത വാക്ക് ബിത്തീഹുൻ, അതിൽ എഴുതേണ്ടത് ബ എന്നല്ല ബി. ഇങ്ങനെ വരച്ച അടിയിൽ പുള്ളിട്ട് കസറ്, ബി. ബുൽബുലുൻ, ബുൽബുലുൻ. ഇതില് 2 ബാ വരുന്നുണ്ട്. ആദ്യത്തെ ബായിന് ലമ്മാണ്. അങ്ങനെ വരച്ച് അടിയിൽ പുള്ളിട്ട് ലമ്മിട, ബു. രണ്ടാമത്തെ ബായിനും ലമ്മാണ്. ഇവിടെയും ബു. അടുത്തത് ഷിബറുൻ,
ഷിബറുൻ എന്നതിൽ ബാഇന് സുക്കൂനാണ്. ഇങ്ങനെ വരച്ച് ബായിന് പുള്ളിട്ട് സുക്കൂനിടാം. ഷിബറുൻ. അടുത്തത് തുബ്. തുബ് എന്നതിൽ ബായിന് സുക്കൂനിടാം. ബായിന് അടിയിൽ പുള്ളിട്ടിട്ട് മേധ സുക്കൂനിടാം. തുബ്. അടുത്തത് ഒരു പൂവ് ബിൻതുൻ. ഇതില് ബിൻതുൻ. അതുപോലെ ഇതില് ഉദിബ, ബുറുദുൻ. ബിൻതുൻ, ഉദിബ, ബുറുദുൻ. ഇത് വായിച്ച് താഴത്തെ ചിത്രം നോക്കാം. താഴെ ഡേഷ് നി തുൻ. ഇവിടെ എന്തായിരുന്നു ചേർക്കേണ്ടത്? ബി. ബിനിത്തുൻ. ഈ ബി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ബി നി തുൻ, ബിൻതുൻ. ബി നി തുൻ, ബിൻതുൻ. അടുത്ത ചിത്രം ദിബ. ദിബ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ ചേർക്കേണ്ടത് ഉ. ഉദിബ. ഇവിടുത്തെ നോക്കിയിട്ട് ഊന്ന് ഇവിടെ എഴുതാം. ഉദിബ. അടുത്തത് ഋദുൻ. ഇവിടെ ചേർക്കേണ്ട അക്ഷരം ബു. ബു ഋദുൻ, ബുറുദുൻ. ഇവിടെ ചേർക്കേണ്ടത് ബു. ബുറുദുൻ. ബിൻതുൻ, ഉദിബ, ബുറുദുൻ. ഇവിടെ ആ, ഇ, ഉ അത് ഈ കോളത്തിൽ വൃത്തിയായി എഴുതാം. ആന്ന് എഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരച്ച് ഫത്തഹ് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അതുപോലെ ഈ കസറ്, അലിഫ്, ലമ്മ്, ഉ ഇങ്ങനെ ആ, ഇ, ഉ എന്നുള്ളത് ഈ 3 കോളത്തിലും എഴുതാം. അതുപോലെ ഇപ്പുറത്ത് എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ബാ. ബാ എന്ന് എഴുതുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് അടിയിൽ പുള്ളിട്ട് ശേഷം മേത് ഫത്തഹിടാം. അതുപോലെ ഇങ്ങനെ വരച്ച് അടിയിൽ പുള്ളിട്ട് കസറിടാം. അതുപോലെ ഇങ്ങനെ വരച്ച് അടിയിൽ പുള്ളിട്ട് ലമ്മിടാം. ബ, ബി, ബു ഓരോന്നും എഴുതുമ്പോൾ അത് വായിക്കാം. ഈ 3 കോളം അതുപോലെ എഴുതി പൂർത്തിയാക്കാം. അടുത്തത് ഇവിടെ അലിഫ്. അലിഫ് തന്നിട്ടുണ്ട്. ഫത്തഹ്, കസറ്, ലമ്മ്, സുക്കൂൻ, ബാ. നമുക്ക് ഇത് ചേർത്ത് വായിക്കാം. അലിഫിന് ഫത്തഹിട്ട ആ, അലിഫിന് കസറിട്ട ഈ, അലിഫിന് ലമ്മിട്ട ഉ. അതുപോലെ ബാഇന്. ബാഇന് ഫത്തഹ് ബ, ബാഇന് കസറ് ബി, ബാഇന് ലമ്മ് ബു, ബാഇന് സുക്കൂൻ ബ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അദ്ദർസുൽ ഖാമിസു 5ാമത്തെ പാഠം. ഭംഗിയുള്ള ഒരു ചിത്രം കാണാം. ചിത്രത്തിൽ ഒരു ഗേറ്റിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഗേറ്റിന്റെ പേര് പഠിക്കാം. ദ റ് ബുൻ. ദ റ് ബുൻ, ദർബുൻ. ഗേറ്റിന്റെ പേര് ദർബുൻ. ഇവിടെ പഠിച്ച പുതിയ അക്ഷരാണ് ദ. ദാല്, ഫത്തഹ്, ദ. നെക്റൗ വനുലവിനു. നമുക്ക് വായിക്കാം, നമുക്ക് നിറം നൽകാം. ദാന്ന് എഴുതേണ്ടത് മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് താഴേക്കാണ്. ഫത്തഹ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ദ. അതുപോലെ ദി, കസറിട, ദീന്ന് എഴുതാം. അതുപോലെ ദാലിട്ടിട്ട് ലമ്മിട, ദു. ഇതിന് 3നും ഭംഗിയായി നിറം കൊടുക്കാം. അടുത്തത് നെർസും. നമുക്ക് വരയ്ക്കാം. ദാന്ന് എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഫത്തഹിട, അതിനുശേഷം രണ്ടാമത്തെ ദീന്ന് വരയ്ക്കുക. ഇവിടുന്ന് താഴേക്ക് അടിയിൽ കസറിട, ദി. അടുത്തത് വരയ്ക്കുക ലമ്മിട, ദു. ഇവിടെ ദാല്, ഇവിടെ ദാല്, ദാല്. അടുത്തത് നെക്റൗ ദാല് മാ ഹർക്കത്തുവ. നമുക്ക് ദാലിനെ വായിക്കാം. ദിഫ്ലുൻ, ദിഫ്ലുൻ. ഇവിടെ ദാലിന് കസറാണ്, അപ്പോൾ ഇവിടെ എഴുതിയിട്ട് കസറിട, ദി. ദുററുൻ. ദുററുൻ എന്നതിൽ ദാലിന് ലമ്മാണ്, ഇവിടെ ദു എന്നാണ് എഴുതേണ്ടത്. അബദുൻ. അബദുൻ എന്നതിൽ ദാലിന് തൻവീൻ ലമ്മാണ്. 2 ലമ്മ് വന്നാൽ തൻവീൻ ലമ്മ്. ദാലിന് കസറിട്ടപ്പോ ദി, ദാലിന് ലമ്മിട്ടു ദു, ദാലിന് തൻവീൻ ലമ്മ്, ദുൻ. ഈ വാക്കുകൾ വായിക്കാം. ദ ൽ വുൻ, ദൽവുൻ. ബ ദ ലുൻ, ബദലുൻ.
ദിററുൻ ദിററുൻ. ഉദിബ ഉദിബ. ബദ്വുൻ ബദ്വുൻ. ബുദുനുൻ ബുദുനുൻ. ദുവലുൻ ദുവലുൻ. ബിദ്ലുൻ ബിദ്ലുൻ. നെക്റവ് നമുക്ക് വായിക്കാം. ബ ബ ബി ബു ഉബ് ബുൻ. ദാല് ദ ദി ദു ദുൻ. ഇവിടെ ദാലിന് ഫത്തഹ് ദ, ദാലിന് കസറ് ദി, ദാലിന് ലമ്മ് ദു, ദാലിന് തൻവീൻ ലമ്മ് ദുൻ. നെക്റവ് വനക്തുബു നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. ഇവിടെ എഴുതേണ്ടത് ദാല്. ഈ ദാലിന് ഇവിടെ ഒന്നാമത്തെ കുളത്തിൽ ദാല്, രണ്ടാമത്തെ കുളത്തിൽ ഇവിടെ ദാല്, മൂന്നാമത്തെ കുളത്തിൽ ദാല്, അങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ട വാക്ക് അദബുൻ. ഇവിടെ അദബുൻ 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 അങ്ങനെ എഴുതാം. ബദ ആ, അടുത്ത വാക്ക് ബദ ആ, അത് ഇവിടുന്ന് താഴ്ന്ന മുകളിലേക്ക് എഴുതാം. ദ അബ, അടുത്ത വാക്ക് ദ അബ, അത് നോക്കി വൃത്തിയായി എഴുതാം. ഉദ്, അവസാനത്തെ വാക്ക് ഉദ്. ഉദ് എന്നത് അതുപോലെ നോക്കി എഴുതാം. നുൻഷിദ് നമുക്ക് പാടാം. ദാലുൻ ദർബുൻ ദൽവുൻ ദാ ദി കുന്ദിററുൻ ദിഫ്ലുൻ ദി ദൂദുൻ ദുററുൻ ദുവലുൻ ദു ഇസ്മി ദാലുൻ ഹർഫുദ്ദാൽ. ഒരു പ്രാവശ്യം കൂടി പാടാം. ദാലുൻ ദർബുൻ ദൽവുൻ ദാ ദി കുന്ദിററുൻ ദിഫ്ലുൻ ദി ദൂദുൻ ദുററുൻ ദുവലുൻ ദു ഇസ്മി ദാലുൻ ഹർഫുദ്ദാൽ. അടുത്തത് ചിത്രത്തിൽ ടൈകൾ കാണാം, വീട്, സൂചികൾ. നമുക്ക് താഴെ നോക്കാം. ഇബ്നുൻ ഇബറുൻ ഉറബുൻ അദബുൻ ബൈത്തുൻ. ആദ്യത്തെ ചിത്രം ടൈകൾ. ടൈകൾക്ക് എന്താണ് പേര് പഠിച്ചത്? ഉറബുൻ. ഉറബുൻ എന്നാണ് പഠിച്ചത്. ടൈയുടെ കളറ് പച്ച. ഈ പച്ച കളറിൽ ഇവിടെ ഉറബുൻ എന്നതിന് ഈ കോളത്തില് കളർ കൊടുക്കാം. അടുത്തത് വീടാണ്. വീടിന് ബൈത്തുൻ. ബൈത്തുൻ എന്നതിൽ റെഡ് കളറ് കൊടുക്കാം. ബൈത്തുൻ എന്ന കോളത്തിൽ റെഡ് കളർ കൊടുക്കാം. അടുത്തത് സൂചികള്. സൂചികൾക്ക് ഇബറുൻ. ഇബറുൻ എന്നതിന് മഞ്ഞ കളർ കൊടുക്കാം. മഞ്ഞ കളർ ഇബറുൻ എന്നതിൽ ഈ കോളത്തിൽ കൊടുക്കാം. അടുത്തത് ഇത് ചേർത്ത് നമുക്ക് വായിക്കാം. അലിഫിന് ഫത്തഹ് ആ, അലിഫിന് ലമ്മ് ഉ, അലിഫിന് കസർ ഇ. അതുപോലെ ബാഇനെ ചേർത്ത് വായിക്കാം. ബാഇന് ഫത്തഹ് ബ, ബാഇന് ലമ്മ് ബു, ബാഇന് കസർ ബി, ബാഇന് സുക്കൂൻ ബ്, ബാഇന് തൻവീൻ ലമ്മ് ബുൻ. അതുപോലെ ദാല് ഫത്തഹ് ദ, ദാല് ലമ്മ് ദു, ദാല് കസർ ദി, ദാല് സുക്കൂന് ദ്, ദാല് തൻവീൻ ലമ്മ് ദുൻ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അദ്ദർസു സാദിസു, ആറാമത്തെ പാഠം. ചിത്രത്തിൽ കാരക്ക കാണാം. പ്ലേറ്റിൽ കാരക്ക. നമുക്ക് അതിന്റെ പേര് പഠിക്കാം. തംറുൻ. തംറുൻ. ത, ത എന്ന അക്ഷരമാണ് പഠിക്കാനുള്ളത്. തംറുൻ ത. ത എന്നത് 2 പുള്ളി 1 ഫത്തഹ്. അടുത്തത് നെക്റഉ വനുലവ്വിനു, നമുക്ക് വായിക്കാം, നിറം നൽകാം. താന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. 2 പുള്ളി ഇടണം, മേത് ഫത്തഹ് ഇടണം. ത. അതുപോലെ ഇങ്ങനെ എഴുതി 2 പുള്ളിയിട്ട് കസറിട്ട തീ. ഇതുപോലെ എഴുതി 2 പുള്ളി ലമ്മിട്ട തൂ. അത് വായിച്ച് ഭംഗിയായി വൃത്തിയായി നിറം നൽകാം. അടുത്തത് നുർസും, നമുക്ക് വരയ്ക്കാം. താന്ന് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുക. 2 പുള്ളിട, മേത് ഫത്തഹിട. അതുപോലെ ഇങ്ങനെ വരച്ച് 2 പുള്ളിയിട്ട് കസറിട്ട തീ. ഇങ്ങനെ വരച്ച് 2 പുള്ളിട. ഇവിടെ താന്നാണ്, ഫത്തഹാണ് തന്നിട്ടുള്ളത്.
പിന്നെ ഇങ്ങനെ വരച്ച് 2 പുള്ളിയിട താ, ഇവിടെ താ എന്ന് എഴുതാം. അടുത്തത് താഇനെ ഹർക്കത്തോടു കൂടി വായിക്കാം. തിബറുൻ. തിബറുൻ എന്നതിൽ താഇന് കസറാണ്, വായിക്കേണ്ടത് തി. താഇന് കസർ തി. അടുത്തത് തുർസുൻ. തുർസുൻ എന്നതിൽ താഇന് ലമ്മാണ്, വായിക്കേണ്ടത് തു. താഇന് ലമ്മ് തു. അടുത്തത് ഇത്ബുൻ. ഇത്ബുൻ എന്നതിൽ താഇന് സുക്കൂൻ, ഇവിടെ എഴുതേണ്ടത് താ സുക്കൂന് ത്. ഈ വാക്കുകൾ വായിക്കാം. തൈസുൻ. തൈസുൻ എന്നതിൽ താഇന് ഫത്തഹ്. അബ്തറു. അബ്തറു എന്നതിൽ താഇന് ഫത്തഹാണ് താ. തുർബുൻ. തുർബുൻ എന്നതിൽ താഇന് ലമ്മ് തു. തുഫ്ലുൻ. വായിക്കേണ്ടത് തുഫ്ലുൻ, താഇന് ലമ്മ്. തിൽമുൻ. തിൽമുൻ എന്നതിൽ തി, താഇന് കസർ. തിർമുൻ. തിർമുൻ എന്നതിൽ തി, താഇന് കസറാണ്. ബത്ലുൻ. ബത്ലുൻ എന്നതിൽ താഇന് സുക്കൂൻ. തത്റുൻ. തത്റുൻ എന്നതിൽ ഒരു താഇന് ഫത്തഹ്, ഒരു താഇന് സുക്കൂന്. അടുത്തത് നസിലു. നമുക്ക് യോജിപ്പിക്കാം. ഇവിടെ ഉറബുൻ, ബൈത്തുൻ, ദർബുൻ, തമ്രുൻ. ഇതിൽ ഒന്നാമത്തെ തമ്രുൻ കാരക്ക അവര് യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഓരോന്നായി യോജിപ്പിക്കാം. ഇവിടെ ടൈ. ടൈ ഏതിനോടാണ് യോജിപ്പിക്കേണ്ടത്? ടൈയുടെ പേര് ഉറബുൻ. ഇങ്ങനെ കൊടുന്ന് ഇവിടേക്ക് ഉറബുൻ. അടുത്തത് വീട്. വീട് ബൈത്തുൻ. അത് രണ്ടാമത്തെ ആളുടെ കയ്യിലേക്ക് ബൈത്തുൻ. അടുത്തത് ഗേറ്റ്. ഗേറ്റിന് ദർബുൻ. അതിങ്ങനെ വരച്ചോടുന്ന ഈ ആളുടെ ദർബുൻ. ഗേറ്റിന്റെ പേര് ദർബുൻ. നുൻഷിദു. നമുക്ക് പാടാം. തംറുൻ ത തിൽമുൻ തി തുഫ്ലുൻ തു താതി തു ബത്ലുൻ ബത് തത്റുൻ തത് യുതുമുൻ യുത് താതി തു. തംറുൻ ത തിൽമുൻ തി തുഫ്ലുൻ തു താതി തു ബത്ലുൻ ബത് തത്റുൻ തത് യുതുമുൻ യുത് താതി തു. അടുത്തത് നക്റഉ. നമുക്ക് വായിക്കാം. ദ ദി ദു ഉബ് ഉദ് ബത്ത് ബുൻ തുൻ ദുൻ. അടുത്തത് അനുയോജ്യമായ താ ചേർത്ത് പൂരിപ്പിക്കാം. ഇവിടെ റുൻ. ഇവിടെ ചേർക്കേണ്ടത് താ. താഇന് ഫത്തഹാണ് താ. തംറുൻ. ഇവിടെ യസുൻ. തൈസുൻ. തിറുൻ. തത്റുൻ. അബ് ഡാഷ് റു അബ്തറു. തംറുൻ. തൈസുൻ. തത്റുൻ. അബ്തറു. ഇവിടെ ചേർക്കേണ്ടത് തി. തിൽമുൻ. ഇവിടെ ഡാഷ് ർമുൻ. തിർമുൻ. ഇവിടെ ഡാഷ് ബ്രുൻ. തിബ്റുൻ. ഇവിടെ ഡാഷ് ൽവുൻ. തിൽവുൻ. തിൽമുൻ. തിർമുൻ. തിബ്റുൻ. തിൽവുൻ. മൂന്നാമത്തെ വരിയില് ഡാഷ് റുസുൻ. തുർസുൻ. തുഫ്ലുൻ. തുർബുൻ. തുബ്. തുർസുൻ. തുഫ്ലുൻ. തുർബുൻ. തുബ്. തു എന്നാണ് ചേർക്കേണ്ടത്. അടുത്ത കോളത്തില് ഇത്ബുൻ. ഇത്ബുൻ. ബത്ലുൻ. തത്റുൻ. യുത്മുൻ. ഇവിടെ ത് എന്നാണ് ചേർക്കേണ്ടത്. താഇന് സുക്കൂനിട. അടുത്തത് അലിഫ് ഫത്തഹ് ആ, അലിഫ് ലമ്മ് ഉ, അലിഫ് കസർ ഇ, ബാഇന് ഫത്തഹ് ബ, ബാ ലമ്മ് ബു, ബാ കസർ ബി, ബാ സുക്കൂന് ബ്, ബാ തൻമീൻ ലമ്മ് ബുൻ. അതുപോലെ ഇതൊക്കെ വായിക്കാം.
താ ഫതഹ് ത, താ ലമ്മ് തു, താ കസറ് തി, താ സുക്കൂൻ ത്, താ തൻവീൻ ലമ്മ് തുൻ. ദാല് ഫതഹ് ദ, ദാല് ലമ്മ് ദു, ദാല് കസറ് ദി, ദാല് സുക്കൂന് ദ്, ദാല് തൻവീൻ ലമ്മ് ദുൻ. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 1-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ.